കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ? എന്താ വി എസിന്റെ ഓർമ്മ സാർ? സാറിന്റെ ഓർമ്മയിൽ വി എസ് എന്താ? വി എസിനെ സാറിന്റെ ഓർമ്മയിൽ വി എസിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്നാണ് ചോദിക്കുന്നത്. വി എസിനെ പറ്റി വലിയ അഭിപ്രായമാണ്. വളരെ കഷ്ടപ്പെട്ട ആളാണ്. പാർട്ടിക്കാരനാണോ? പാർട്ടിയാണോ സാർ? പാർട്ടിയാണോ? CPM പ്രവർത്തകനായിരുന്നോ? CPM പാർട്ടിക്കാരനാണോ? ഒരു പാർട്ടിയില്ല. യെസിന് ഇഷ്ടമാണ്. സാറ് പറഞ്ഞിട്ട് ആഗ്രഹം പറഞ്ഞിട്ട് കൊണ്ടുവന്നെയാണ്. എന്തോ ആഗ്രഹം പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നെയാണ്. സാറിന് കാണണമെന്ന് പറഞ്ഞു തന്നെ സാർ ഇങ്ങോട്ട് പറയും. സാറിന് പാർട്ടിയുടെ അനുഭാവിയാണ്. സാറിന് 93 വയസ്സായിപ്പോൾ ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. ഞാനാണ് സാറിനെ നോക്കുന്ന ഹോം നേഴ്സ്. എല്ലാ കാലഘട്ടത്തിലും സാർ അപ്പോൾ വി എസിനെ കണ്ടിട്ടുണ്ടല്ലേ? എത്രയോ കണ്ടിട്ടുണ്ട്. കണ്ടോ? ഇപ്പൊ കാണാൻ പറ്റിയോ? വണ്ടി പോകുന്ന കണ്ടു. ഞങ്ങളുടെ ഫോട്ടോ കണ്ടു. ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? വി എസിനെ കണ്ടിട്ടുണ്ടോ? അയ്യോ, ഇഷ്ടം പോലെ. പ്രസംഗം കേൾക്കാൻ പോവായിരുന്നു. സാറിന്റെ പേര്? നാരായണൻകുട്ടി. കനറ ബാങ്ക് മാനേജറായിട്ട്. വി എസിനെ കാണാൻ വേണ്ടി പാതയോരങ്ങളിൽ വന്ന കുറേ മനുഷ്യന്മാരാണ്. നേരത്തെ രാഹുൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, പല പ്രായത്തിലുള്ള ആളുകൾ, അസുഖബാധിതരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ വരികയാണ്. കുഞ്ഞു കുട്ടികൾ, തീരെ പൊടിക്കുഞ്ഞുങ്ങളായിട്ടെത്തുന്ന അമ്മമാർ, അങ്ങനെ കുറേ പേര് വി എസിനെ കാണാൻ വേണ്ടി പാതയോരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട നാരായണൻകുട്ടി, ഈ സാറ് കനറ ബാങ്ക് മാനേജറാണ്. CPM പ്രവർത്തകനല്ല അദ്ദേഹം. CPM അതിനോട് അനുഭാവമുണ്ട് എന്ന് അദ്ദേഹത്തിന് കൂടെയുള്ള ആളുകൾ പറയുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നില്ല. പക്ഷേ വി എസിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടറുന്നുണ്ട്. വാക്കുകൾ ഇടറിക്കൊണ്ട് വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതൊക്കെയും. അങ്ങനെ കുറേ ആളുകൾ വി എസിനെ കാണാൻ വേണ്ടി നിറയെ വരികയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ നമ്മൾ ഇവിടെ വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് ഉണ്ടായത്. അക്ഷയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പല വിധത്തിൽ ആളുകൾ റോഡ് തെരുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വി എസ് കടന്നു പോകുന്ന വഴിയിലൂടെ തങ്ങളുടെ പ്രിയ സഖാവിന് ഒരു നോക്ക് അദ്ദേഹത്തെ ഒന്ന് അവസാനമായി കാണാൻ കഴിഞ്ഞെങ്കിൽ അത്രയും വലിയ കാര്യം എന്ന ചിന്തയിലാണ് ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ഇവിടെ ദർബാർ ഹാളിൽ നിന്ന് തന്നെ ഒപ്പം നടക്കുന്ന പ്രവർത്തകർ കിലോമീറ്ററുകൾ പിന്നിട്ടും ആ വിലാപയാത്രയ്ക്കൊപ്പം തുടരുകയാണ്. ഇപ്പോൾ ഇനി ഉള്ളൂരിലേക്കാണ് വിലാപയാത്ര അടുത്തതായി കടക്കാൻ പോകുന്നത്.